കത്തുപിടിക്കലല്ലേ എന്റെ യൂണി തീരാറായല്ലോ. ഒരു വർഷം പോലും കത്തുപിടിച്ചില്ല. എന്ത് പറ്റിയതില്ലേ? എന്റെ പൊന്നു ചേട്ടാ, ഈ സാധനം ഒന്ന് കത്തുപിടിപ്പിക്കാൻ നോക്കിട്ട് ഒരു രക്ഷയില്ലല്ല. കരി കത്തിക്കണതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഈ ബാബിക്യൂല്. അതെ, എന്നാ ഭയങ്കര എളുപ്പമാണ്, ഇതൊക്കെ മാർഗമുണ്ട്. പക്ഷെ എല്ലാവരും ഇതുണ്ടാക്കാം, ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മാത്രം കാണിച്ചിട്ടുണ്ട്, റീൽസ് ഉണ്ട്. പക്ഷെ കരി കത്തുപിടിപ്പിക്കണ കരി കത്തിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അത് ലൈറ്റർ ക്യൂബ്സ് വെച്ചിട്ട് കത്തിച്ചാൽ മതി. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതൊരു വളരെ സൂത്രമാണ്, ഒരു സീക്രട്ട് ആയിട്ടുള്ള സൂത്രമാണ്. ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ലൈറ്റർ ക്യൂബ്സ്. പക്ഷേ ലൈറ്റർ ക്യൂബ്സ് കത്തിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ടോങ്സ് വേണം. ടോങ്സ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് കത്തിക്കാം. അതൊന്ന് തുറക്ക്, വേഗം തുറക്ക്. ഇതെന്താണ് ഒരു QR കോഡ് കൊടുത്തേക്കുന്നത്? ഇതിൻ്റെ അകത്ത് എങ്ങനെ കത്തിക്കണം എന്നുള്ളത്, ഈ പാക്കേജിനകത്ത് എങ്ങനെ കത്തിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അത് നോക്കി കൃത്യമായിട്ട് കത്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചെയ്തേക്കണം, പെപ്പ തന്നെ ചെയ്ത് വെച്ചാൽ. ഇത് പെപ്പയുടെ തന്നെ ബ്രാൻഡിലെ പ്രൊഡക്റ്റ് ആണ്. അല്ല, ഇത് വുഡിന്റെ വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ചോക്ലേറ്റ് ഒക്കെ പോലെ ഒരു 12 പീസ് ഉണ്ട്. നമുക്കൊരു 4-5 പ്രാവശ്യം ഉപയോഗിക്കാം. കപ്പലിന്റെ മിഠായിയൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. ചോക്ലേറ്റ് ബ്രേക്ക് ചെയ്യണ പോലെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സ്മെല്ലൊന്നുമില്ല. ടോങ്സ് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് കത്തിച്ചു കൊടുക്കുക. ഒരു 30 സെക്കൻഡ് എടുക്കും കത്ത് പിടിക്കാൻ. പക്ഷെ കത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് അതിൻ്റെ മുകളിൽ ചാർക്കോൾ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. സ്മെല്ലൊന്നുമില്ല കേട്ടോ. സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇത് വുഡിൻ്റെ വേസ്റ്റ് ആണ്, പിന്നെ മെഴുകും വെച്ചിട്ടുള്ള പ്രോഡക്റ്റാണ്. ആബ്സല്യൂട്ട്ലി എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ അല്ലാണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ കത്ത് പിടിക്കും. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇപ്പുറത്തെ സൈഡും കൂടി കത്തിക്കാം. ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തും. നല്ല കാറ്റുള്ള കാരണം തന്നെ തീ കയറി പിടിക്കുന്നുണ്ട്. തന്നെ തീ കയറി പിടിക്കും. അതൊന്ന് കത്തട്ടെ. കത്തിയാലാണ് അതിൻ്റെ പുറത്ത് ചാർക്കോള് നമുക്ക് കൃത്യമായിട്ട് വെക്കാൻ പറ്റുള്ളൂ. കണ്ടോ, തന്നത്തെ കത്തണണ്ട. അതിൻ്റെ അകത്ത് മെഴുകുണ്ട്, നിലത്തേക്ക് മെഴുക് വീഴുന്നുണ്ട്. മെഴുകും വുഡിൻ്റെ ഒരു വേസ്റ്റാണ്, വേസ്റ്റ് വെച്ചിട്ടുള്ള പ്രോഡക്റ്റാണ്. കണ്ടോ, ഇത് നല്ലോണം കത്ത് പിടിക്കും. പക്ഷെ കത്ത് പിടിച്ചതിന് ശേഷമേ ചാർക്കോള് നമ്മൾ ഇടാൻ പാടുള്ളൂ. അത് കാറ്റടിച്ചാൽ കിടൂല, ആളിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ്. ഡീറ്റെയിൽ ആയിട്ട് ഈ QR കോഡിലൊന്ന് സ്കാൻ ചെയ്താൽ അത് ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യുക. നമ്മൾ ഊതി കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ആകെ വിഷമിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ ഇനി ഒരിക്കലും ബുദ്ധിമുട്ടുകൊണ്ടാണ് പലരും ഇത് ചെയ്യാൻ മടിയാണ്. അതന്നെ, ഈ പ്രൊഡക്റ്റിന് ആദ്യം വിലയൊന്നുമില്ല. ആകെ 118 രൂപയുള്ളൂ വില. ലുലു അതുപോലത്തെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്.